തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിനും കേരളത്തിലെ വി ഡി സതീശൻ ഗവൺമെന്റിനും 3 വർഷമേ ആയുസുള്ളൂ എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം രാജ്യത്ത് 2029 ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ചിന്തയിലേക്ക് രാജ്യം പോകുന്നു. 27 പോപ്പുലേഷൻ്റെ സെൻസസിൻ്റെ റിപ്പോർട്ട് വരും. 27 റിപ്പോർട്ട് കഴിയും. ഫെബ്രുവരിയോടുകൂടി റിപ്പോർട്ട് എടുക്കും. 27 ഫെബ്രുവരിയോടുകൂടി അതിൻ്റെ സമ്പൂർണ്ണമായ റിപ്പോർട്ട് എടുക്കും. അത് പുറത്ത് വരുന്നതിന് കുറച്ച് കാലം കൂടി എടുക്കും. എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് 2029 തന്നെ പൊതു തെരഞ്ഞെടുപ്പോടെ തന്നെ പരിഷ്കരിക്കണമെന്നും നടപ്പിലാക്കണമെന്നും ബില്ലുകൾ പരിശോധിക്കുന്ന ഇത് സംബന്ധമായി ബില്ലുകൾ പരിശോധിക്കുന്ന പാർലമെന്ററി സംയുക്ത സമിതി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള BJPയുടെ PP ചൗധരി ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗോവയിൽ നടന്ന ദ്വിദിന ശില്പശാലയോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ മൂലമുണ്ടാകുന്ന 7 ലക്ഷം കോടി രൂപയുടെ നഷ്ടം തടയാൻ ലക്ഷ്യമുള്ള നിർദ്ദേശത്തെ ഇതുവരെ കൂടിയാലോചിച്ചവരിൽ ബഹുഭൂരിപക്ഷവും പിന്തുണച്ചതായി അത് അവകാശപ്പെട്ടു. ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലെ വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും സംബന്ധിച്ച് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും മന്ത്രിസഭാംഗങ്ങളുമായി സമിതി അനൗപചാരിക ആശയവിനിമയം നടത്തിയതായി ചൗധരി പറഞ്ഞു. ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി എന്നിവയുടെ നിരവധി സംസ്ഥാനങ്ങൾ കമ്മിറ്റി സന്ദർശിച്ചു. അവിടെ ഭരണഘടനാ വിദഗ്ധരുമായും സാമൂഹ്യ സംഘടനകളുമായും വിദ്യാഭ്യാസ വിദഗ്ധരുമായും പൊതുജനങ്ങളുമായും അവർ സംവേദിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വീകാര്യമായ സംവിധാനം വികസിപ്പിക്കാനാണ് ശ്രമം എന്നുമാണ് ചൗധരി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് 1 കൺട്രി 1 ഇലക്ഷൻ എന്നുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒരേ സമയം നടക്കും. 2 ബാലറ്റ് തരും. 1 പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 2 അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. നമ്മളിപ്പോൾ സാധാരണ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും 3 വോട്ട് ചെയ്യാൻ ആളുകൾ പോകാറുണ്ടല്ലോ. അപ്പോൾ 3 വോട്ട് ചെയ്യാറുണ്ടല്ലോ. ജില്ലാ പഞ്ചായത്തിന് വോട്ട് ചെയ്യും, ഗ്രാമപഞ്ചായത്തിന് വോട്ട് ചെയ്യും, ബ്ലോക്ക് പഞ്ചായത്തിന്. അതുപോലെ തന്നെ കോർപ്പറേഷൻ ആണെങ്കിൽ ഒരു വോട്ടേ ഉള്ളൂ, കോർപ്പറേഷന് വോട്ട് ചെയ്യാൻ പറ്റും. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഒരു വോട്ടേ ഉള്ളൂ, മുനിസിപ്പാലിറ്റിക്ക് വോട്ട്. മറ്റേ പഞ്ചായത്തിൽ ഇപ്പം 3 വോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 2 വോട്ട് വരാൻ പോവുകയാണ്. 1 അസംബ്ലിയിലേക്കുള്ളൊരു വോട്ട്, 2 പാർലമെന്റിലേക്കുള്ളൊരു വോട്ട്. അപ്പോൾ ആളുകൾക്ക് ഒരു തെരഞ്ഞെടുപ്പ്, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമില്ല. അതിനനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന് കുറച്ചുകൂടി ശക്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റതിപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സംഭവിക്കാൻ പോകുന്നത്, ഒരു സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ പിന്നെ രാജ്യത്തെ ഭരണം തന്നെ പലപ്പോഴും നിർത്തിവെച്ച് എല്ലാവരും കൂടി ഇപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. സകല സന്നാഹവും അങ്ങ് ബംഗാളിൽ പോവുകയാണ്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അമിത്ഷായും ആഭ്യന്തരമന്ത്രിയും ദേശീയ നേതാക്കളും എല്ലാം അങ്ങ് ആ സംസ്ഥാനത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങളിലേക്ക് മാറി മാറി ഇപ്പോൾ 27 ആകുമ്പോൾ 2 സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. പഞ്ചാബിലും പിന്നെ അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പ് വരികയാണ്. അങ്ങനെ മാറി 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 ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്നും തെരഞ്ഞെടുപ്പ് നടത്താനേ സമയമുള്ളൂ. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ സ്ഥലത്തും സംസ്ഥാനത്തും പോയി ഇതിനാവശ്യമായ പ്രചരണവും മറ്റു കാര്യങ്ങളും ക്യാൻവാസിങ്ങിന് പോയി അവരുടെയും സമയം നഷ്ടമുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെയും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി വരുന്നു. 1 ഇന്ത്യ 1 കൺട്രി 1 ഇലക്ഷൻ, ഒരു രാജ്യം ഒരു ഇന്ത്യ, ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ഒരേ സമയത്ത് എന്നുള്ള വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് വരുന്നു. ഇത് വളരെ നേരത്തെ BJP, പിന്നെ മാത്രമല്ല BJPക്ക് ഇതുകൊണ്ടൊരു രാഷ്ട്രീയ ഗുണമുണ്ട്. ആ രാഷ്ട്രീയ ഗുണം മറ്റൊന്നുമല്ല, കേന്ദ്രം ഭരിക്കാനായിട്ടുള്ള BJPയെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് കേന്ദ്രം ഭരിക്കുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ സംസ്ഥാനത്തും അതേ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ അത്ഭുതമില്ല. അങ്ങനെ കുറേ പേരെങ്കിലും സ്വാധീനിക്കാൻ കഴിയും. എല്ലാവരും ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തിട്ട് സംസ്ഥാനത്ത് BJPക്കെതിരെ വോട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും. പക്ഷെ വളരെ കുറച്ച് പേരെങ്കിലും തിരിച്ചു ചെയ്യും, കേന്ദ്രത്തിന് നമുക്ക് BJPക്ക് വോട്ട് കൊടുക്കണം, എന്നാൽ പിന്നെ കേരളത്തിലും BJPക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വോട്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും എല്ലാ സ്റ്റേറ്റിലും കേന്ദ്രത്തിന് നമ്മൾ വോട്ട് കൊടുത്തു എങ്കിൽ പിന്നെ അടുത്ത വോട്ട് കൂടി സംസ്ഥാനത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ BJPക്ക് കൊടുക്കാം എന്ന് ചിന്തിച്ച് കുറച്ച് പേര് മാറും. വേറെ കുറച്ച് പേര് അങ്ങനെയല്ല, കേന്ദ്രത്തിന് നമ്മൾ BJPക്ക് കൊടുത്തെങ്കിൽ സംസ്ഥാനത്തിന് നമുക്ക് മറ്റൊരാളിന് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇനി 3ാമത് കൂട്ടർ കേന്ദ്രത്തിൽ നമ്മൾ BJPക്ക് കൊടുക്കത്തില്ല, സംസ്ഥാനത്ത് നമ്മൾ BJPക്ക് കൊടുക്കത്തില്ല എന്ന് പറയുന്നവരുണ്ട്. വേറെ ചിലരാണെങ്കിൽ കേന്ദ്രത്തിൽ നമ്മൾ BJPക്ക് കൊടുക്കില്ല, പക്ഷെ സംസ്ഥാനത്ത് വേണമെങ്കിൽ BJPക്ക് കൊടുക്കും. ഇങ്ങനെ പല തരത്തിൽ ആളുകളെ ചിന്തിപ്പിക്കാം. അപ്പോൾ ആളുകളെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്ത് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് ശക്തമായ പിന്തുണ കിട്ടുന്നതായിട്ടാണ് ചൗധരി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ
ചെയർമാനായിട്ടുള്ള പിന്നെ ഈ ചൗധരി MP പറഞ്ഞിരിക്കുന്നത്. വിവിധ സ്റ്റേറ്റുകളിൽ അവർ പോയി. ഇപ്പം ഗോവയിൽ വന്നു, ഇനി കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ വരും. തമിഴ്നാട്ടിൽ വരുമായിരിക്കും, കേരളത്തിൽ വരുമോ എന്ന് അറിയത്തില്ല. എന്തായാലും BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ പിന്നെ മന്ത്രിമാരെയും വിദ്യാഭ്യാസ വിദഗ്ധരെയും സന്നദ്ധ പ്രവർത്തകരെയും എല്ലാവരെയും കാണുന്ന രീതിയിലേക്കാണ് പോകുന്നത്. എന്നിട്ട് വിവരങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ചൗധരി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നാളിതുവരെ എടുത്ത വിവരങ്ങൾ വെച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം പേരും അംഗീകരിച്ചിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ഓൺ കൺട്രി ഓൺ ഇലക്ഷൻ എന്നുള്ളത് അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും തമിഴ്നാട്ടിലും അടക്കം തിരഞ്ഞെടുപ്പ് വരും. 2027 തിരഞ്ഞെടുപ്പ് എടുക്കുന്ന പഞ്ചാബിലും ഉത്തർപ്രദേശിലുമൊക്കെ 29 വീണ്ടും തിരഞ്ഞെടുപ്പ് വരും, 34 വരെ. പിന്നെ 34 തിരഞ്ഞെടുപ്പ് വരത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല.